ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ജ്യോതിഷാൽ രോഗചിന്ത. അതാണ് പ്രവചന ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രോഗചിന്ത. കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ മോചനം അസാധ്യമാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ആളുകൾ ജ്യോത്സ്യനെ സമീപിക്കുന്നു. രോഗം മാറുമോ? രോഗി ആരോഗ്യത്തോടെ പഴയ നിലയിലേക്ക് വരുമോ? രോഗം മാറാൻ എത്ര നാൾ എടുക്കും? ഇതെല്ലാമാണ് അവർക്ക് അറിയേണ്ടത്. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടാണ് രോഗങ്ങൾ വരുന്നതെന്നാണ് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ഇത് അംഗീകരിക്കുന്നില്ല. വ്യക്തിയുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അന്തരീക്ഷത്തിൽ കാണുന്ന ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ കാര്യങ്ങളുമാണ് രോഗത്തിന് കാരണമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം തെളിവുകൾ നിരത്തി സമർത്ഥിക്കുന്നത്. എന്നാൽ നാം ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും രോഗം ഉണ്ടാവുന്നില്ലല്ലോ. ചിലരെ അണുക്കൾ ആക്രമിക്കാതെ വിടുന്നു. ആഹാരാദികളിൽ അപാകമുണ്ടെങ്കിലും അവരെ രോഗങ്ങൾ ബാധിക്കുന്നില്ല. രോഗപ്രതിരോധ ശക്തിയാണ് കാരണമായി പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപഫലങ്ങൾ ഈ ജന്മത്തിൽ വ്യാധിയുടെ രൂപത്തിൽ വന്നു ചേരുന്നു എന്നാണ് ജ്യോതിഷം സിദ്ധാന്തിക്കുന്നത്. ജന്മനാലുള്ള വൈകല്യങ്ങളാണ് ഇതിന് ഉത്തമ ഉദാഹരണം. ജ്യോതിഷ സിദ്ധാന്ത പ്രകാരം രോഗനിർണയത്തിന് സഹായിക്കുന്നത് ജാതകത്തിലെ ഗ്രഹങ്ങൾ, രാശികൾ, ഭാവങ്ങൾ, ദശകൾ, നക്ഷത്രങ്ങൾ ഇവയെല്ലാമാണ്. ഇവ വ്യക്തിയുടെ ജാതകത്തിൽ അനുകൂലമാകുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാവുകയും പ്രതികൂലമാവുമ്പോൾ ദുഃഖങ്ങളും രോഗക്ലേശങ്ങളും ഉണ്ടാകുന്നതുമാണ്. ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് രോഗനിർണയം പ്രവചിക്കുന്നത്. ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കാലപുരുഷൻ എന്ന സങ്കല്പം. എന്ത് സംഭവം നടക്കണമെങ്കിലും 3 ഘടകങ്ങൾ ഒന്നിച്ചു ചേരണം. അതായത് കാലം, ദേശം, നിമിത്തം. ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട്. അത് സംഭവിക്കുന്ന ഒരു പ്രത്യേക കാലത്താണ്. സമയം എന്നത് ഒഴിവാക്കിയാൽ ഒരു സംഭവവും നടക്കില്ല. ജ്യോതിഷത്തിൽ കാലത്തിനെ അല്ലെങ്കിൽ കാലപുരുഷനെ പ്രാധാന്യത്തോടെ സങ്കല്പിക്കുന്നു. കാലപുരുഷന്റെ ഓരോ അവയവത്തെയും ഓരോ രാശികളായാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മേടം ശിരസ്, ഇടവം ശിരസ് കഴിഞ്ഞ് മുഖം വരെയുള്ള ഭാഗം, മിഥുനം കൈകൾ, ചുമലുകൾ ഇവയുടെ മധ്യപ്രദേശങ്ങൾ, കർക്കിടക ഹൃദയത്തിന്റെ ഭാഗങ്ങൾ, ശ്വാസകോശം, ചിങ്ങം ഉദരം, കന്നി അരക്കെട്ട്, തുലം നാഭി ജഘനം, വൃശ്ചികം ജനനേന്ദ്രിയം, ധനു തുടകൾ, മകരം കാൽമുട്ടുകൾ, കുംഭം കണങ്കാലുകൾ, മീനം കാൽപാദങ്ങൾ. ഇങ്ങനെ കാലപുരുഷന്റെ ശരീരഭാഗങ്ങൾ 12 രാശികളിലൂടെ പൂർണ്ണമാകുന്നു. ഇപ്രകാരം കാലപുരുഷന്റെ ശരീര അവയവങ്ങളെ രോഗിയായ വ്യക്തിയുടെ ലഗ്നം മുതൽ 12 ഭാവങ്ങളുടെയും അവയവങ്ങളായി കണക്കാക്കുന്നു. ഒരു ജാതകത്തിൽ ആ വ്യക്തിയുടെ ലഗ്നം തുലാമായാൽ ശിരസ് തുലാത്തിലും പാദങ്ങൾ കന്നിയിലുമായി കൽപ്പിച്ച് രോഗവിചാരം നടത്തണം. രാശി വെച്ച് രോഗകാരകനായ ഗ്രഹം നിൽക്കുന്ന രാശി, ഭാവം ഇവ കണ്ട് ബാധയും തിരിച്ച് രോഗവും അതിന്റെ അവസ്ഥയും, അതായത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. രോഗം ഭേദമാകുമോ? ഓപ്പറേഷൻ ശല്യക്രിയ വേണ്ടി വരുമോ?
രോഗമുക്തിക്ക് ഇത് നമുക്ക് അറിയാൻ സാധിക്കും. മാറാത്ത രോഗമാണോ, അങ്ങനെയെല്ലാം നമുക്ക് ഈ രാശി വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഓരോ അവയവങ്ങൾ, ഏത് അവയവങ്ങളിലാണ് ഇത് വരണേന്ന് വരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാനും കണ്ടുപിടിക്കാനും സാധിക്കും. അത് തന്നെയായിരിക്കും ആ രോഗിക്ക് വന്ന് പെട്ടേക്കണ കാര്യങ്ങൾ. അതുപോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ, അതോ ഇത് അവസാനം ഇതിൽ നിന്ന് മരണമാണോ ഉണ്ടാകാൻ പോണത്, ഇതുമെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ടും കൃത്യമായിട്ടും ജ്യോതിഷത്തിലൂടെ രാശി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ കട്ടായമായിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. നമസ്തേ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ വളരെ ചുരുക്കി പറഞ്ഞേക്കണ രോഗവിവരങ്ങൾ ജ്യോതിഷത്തില്. അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.